ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു സെറ്റിൽ. സോ ഈ സ്റ്റേജിൽ പോയിട്ട് മൈക്ക് എടുത്തിട്ട് എന്തൊക്കെയോ ഒക്കെ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും ഓഡിയൻസിലിരുന്ന് ചിരിച്ചു. പക്ഷെ എൻ്റെ പ്രൊഡ്യൂസർ ബൈജുവായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു, കണ്ടു. പക്ഷെ ആ സമയത്ത് ആ അത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. ബൈജുവായിട്ടും വന്നിട്ട് ഒന്നും വേണ്ട, കരയണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് കൺസോൾ ചെയ്തത് എൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. എന്ന് വെച്ചാൽ കണ്ണ് നിറഞ്ഞപ്പോൾ ബൈജുവായിട്ടും കണ്ടു. പക്ഷെ എല്ലാവരും, അതും മോസ്റ്റ്ലി എല്ലാവരും ആണുങ്ങള്, ഓൾ ദ മെൻ സിറ്റിംഗ് ഇൻ ദ ഓഡിയൻസ് എല്ലാവരും ചിരിച്ചു. ഇത്രയൊന്നും ചെയ്യരുത്, അത് റാഗിങ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ശരിക്കും അത്തരം സിറ്റുവേഷനുകൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് മുൻകൂട്ടി അറിയാത്തതിന്റെ ആയിരുന്നു. അത് സഡൻ ആയിട്ട് വന്നത്, സഡൻ ആയിട്ട് വന്നു, എല്ലാവരും ചിരിച്ചു. സി ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ മേക്ക് എ ജോക്ക് അറ്റ് മൈ സെൽഫ്. എനിക്ക് അത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഒത്തിരി ഉണ്ട്. ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് സോ സീരിയസ്ലി. പക്ഷെ ഡേ വൺ ഇത്രയും വലിയൊരു ഷോ നമ്മള് ആങ്കറിങ് ചെയ്യുമ്പോൾ എല്ലാം ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ തന്നെയാണ് ഞാൻ അവിടെ, ഞാൻ ആരും അറിയില്ല, നോ ബഡി. എല്ലാവരും ഞാൻ ഇന്ന് രാവിലെയാണ് ഫസ്റ്റ് ടൈം കണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ ഏജും കുറച്ച് കുറവാണ്. അപ്പോൾ ആ സമയത്ത് ഇത്രയും ടെൻഷനിൽ പെട്ടെന്ന് ഇങ്ങനെ ആരെങ്കിലും എടുത്തു വെച്ച് പറഞ്ഞാൽ, അതും വെറുതെ ചെറിയ ജോക്കൊന്നുമല്ല, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അറ്റ്ലീസ്റ്റ് ഒരു 2-3 minutes എന്നെ കുറിച്ച് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് പേരെടുത്ത് വിളിച്ച് കളിയാക്കുക മൈക്കിൽ, സ്റ്റേജിൽ നിന്നിട്ട്. സോ ഇറ്റ്സ് മനസ്സിൽ തട്ടും. ട്രാക്ക് തന്നെയായിരുന്നു 100%. മലയാളം കണ്ട ഏറ്റവും ഹിറ്റ് ഷോ കൂടിയാണ് ആക്ച്വലി വോഡഫോൺ അല്ലെ, കോമഡി സ്റ്റാർ. ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിലേക്ക് കിട്ടിയ സ്വീകാര്യതയും വളരെ വലുതായിരുന്നു അല്ലെ, ഒരു ആങ്കറായിട്ട് ഇത്രത്തോളം പോകും. പക്ഷെ എന്തുകൊണ്ട് അവിടെ പെട്ടെന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെ ആങ്കറായിട്ട് ശ്രുതി മേനോനെ കാണുന്നില്ല? ജഡ്ജസ് ആണെങ്കിലും ബാക്കി ക്രൂ ആണെന്നുണ്ടെങ്കിലും ബാക്കി എല്ലാവരും അതേപോലെ തന്നെ നിൽക്കുന്നു. എന്തുകൊണ്ട് ആങ്കറിനെ പെട്ടെന്ന് മാറ്റി? ഇതേ രീതിയിൽ സഹകരിക്കാൻ പറ്റാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ തയ്യാറാവുന്നതുകൊണ്ടോ, എന്തുകൊണ്ടായിരുന്നു? എനിക്കറിയില്ല റോഹൻ, ടു ബി ഓണസ്റ്റ്. ഞാൻ ചോദിച്ചില്ല. ആ ഷോനെ കുറിച്ച് എനിക്കൊന്നും നെഗറ്റീവ് പറയാനില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, കാരണം നെഗറ്റീവ് ഒന്നും ഇല്ല. ഈ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, അതൊരു വേറൊരു ആർട്ടിസ്റ്റ് കളിയാക്കിയത്, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. പക്ഷെ ദാറ്റ് ഷോ വോഡഫോൺ കോമഡി സ്റ്റാർസ് എനിക്ക് തന്നിരിക്കുന്നത് ഒത്തിരി കൂടുതൽ ഓൺലി പോസിറ്റീവ് മെമ്മറീസ് ആണ്, ആൻഡ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആണ്. എന്ന് വെച്ചാൽ എല്ലാവരും എന്നെ അറിയുന്നത് കോമഡി സ്റ്റാർസ്. പിന്നെ ഞാൻ എയർപോർട്ടിൽ, ഞാൻ ചിലപ്പോൾ കൊച്ചി ടു ബോംബെ ടു കൊച്ചി, ഞാൻ താമസിക്കുന്ന വീട് ബോംബെയിലാണല്ലോ. ആ സമയത്ത് എയർപോർട്ടിൽ കാണുമ്പോഴും എന്നോട് ഇങ്ങനെ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൈ ഇങ്ങനെ മുകളിൽ ചെയ്യുന്നത് അവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഫാൻസ് ആൻഡ് ഓഡിയൻസ് ആൻഡ് പബ്ലിക് യൂസ് ടു കം ടു മീ ആൻഡ് സേ, ചേച്ചി ഇങ്ങനെ ഒന്ന് കൈ ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കണം. അങ്ങനെ അത്രത്തോളം എന്നെ നോട്ടീസ് ചെയ്തത് കോമഡി സ്റ്റാർസിലൂടെയാണ്. അപ്പോൾ ഐ ഹാവ് ഓൺലി അമേസിങ് തിങ്സ് ടു സേ അബൌട്ട് കോമഡി സ്റ്റാർസ്. ആൻഡ് അവർ ആങ്കർ ചേഞ്ച് ചെയ്യാൻ ഇന്റേണൽ ഡിസിഷൻ ആണെങ്കിൽ ഓക്കെ, അതിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. പക്ഷെ ജഡ്ജസ് അവരെന്നെ തുടരുന്നു. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളത് ഓൾറെഡി ശ്രുതി മേനോനെ ആക്ച്വലി ജഡ്ജസ് ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ഒരു കാരണമായിട്ട് കേട്ടിട്ടുണ്ട്. ശരിയാണോ? നോട്ട് അറ്റ് ഓൾ, നെവർ. ഞാൻ ഓൺ ക്യാമറ പറയണ ഒരിക്കലും ഇല്ല. ഇതാരെങ്കിലും റൂമർ സ്പ്രെഡ് ചെയ്തതായിരിക്കും. കാരണം ജഗദീഷ് ഏട്ടൻ വാസ് ലൈക്ക്, എന്താ പറയുക, ജഗദീഷ് ഏട്ടനെ പെർഫോം ചെയ്യുമ്പോൾ, അവിടെ ജഗദീഷ് ഏട്ടൻ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗ്രീൻ റൂമിലിരുന്ന് മേക്കപ്പ് ചെയ്യുമ്പോൾ, പാടുമ്പോൾ, എന്ത് വേണമെങ്കിലും ചെയ്യുമ്പോൾ ഒരു പഠിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് ജഗദീഷ് ഏട്ടൻ. അബൌട്ട് ലൈഫ്, അബൌട്ട് യു ഗെറ്റ് ടു ലേൺ സോ മച്ച് ഫ്രം ഹിം. ഒരിക്കലും ഇല്ല. പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂടെ ഒരിക്കലും ഒന്നും ഉണ്ടായിരുന്നില്ല. ബൈജുവേട്ടൻ, ഇപ്പോഴും ബൈജുവേട്ടൻ ഞാനും ഇടയ്ക്കിടെ സംസാരിക്കും. അങ്ങനെ പറഞ്ഞവർ തെറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് എ ലൈ, ആബ്സല്യൂട്ട് ലൈ. അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും അന്ന് ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഭയങ്കരമായിട്ടിരുന്ന അല്ലെ വ്യക്തിയായിരുന്നു കൂടിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് അല്ലെ ഷോയ്ക്ക് കണ്ടക്ട് ചെയ്ത് പിന്നീട് അവിടെ നിന്ന് കിട്ടിയ അവസരങ്ങൾ വളരെ വലുതായിരുന്നു. നമ്മൾ വോഡഫോൺ കോമഡി സ്റ്റാർ പിന്നെ കണ്ടത് അതിന്റെ അടുത്തൊരു സീസൺ ഏകദേശം 8 വർഷത്തോളമൊക്കെ നീണ്ട് ഇത്രത്തോളം ഹിറ്റായിരുന്നു. ശരിക്കും അടുത്തൊരു ആങ്കർ വരുന്നു, അവർക്ക് ഇത്രത്തോളം റീച്ച് കിട്ടുന്നു, ആ ഷോ ആ വ്യക്തിയുടെ പേരിലും കൂടി അറിയപ്പെടുന്നു എന്നുള്ളത്
ഇതറിയുന്നത് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ സന്തോഷമാണോ അത് എനിക്കുണ്ടായിരുന്ന അവസരം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ഒരിക്കലും ഇല്ല. എനിക്ക് ഞാൻ വോഡഫോൺ കോമഡി സ്റ്റാർസിനെ ക്രിയേറ്റ് ചെയ്ത ആ എക്സൈറ്റ്മെന്റ് എന്റെ അഭിപ്രായത്തിൽ ആരും ചെയ്യാൻ പറ്റിയിട്ടില്ല, ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇല്ല. ആരൊക്കെ പിന്നീട് വന്നു കഴിഞ്ഞാലും ശ്രുതി മേനോൻ ചെയ്ത് വെച്ച തട്ട് അല്ലേ? ആൾക്കാര് പറയട്ടെ, നിങ്ങൾ പറയൂ. ആ ഡെഡിക്കേഷൻ, ആ ഒരു എനിക്ക് കിട്ടിയത് ഞാൻ തിരിച്ചു വോഡഫോൺ സ്റ്റാർസിന് കൊടുത്തിട്ടുണ്ട്, 100% കൊടുത്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ അത് ഞാൻ എന്താണ്, അതൊരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഐ എം നോട്ട് സേയിങ് ഇറ്റ് ബിക്കോസ് ഐ എം നോട്ട് എ ബാഡ് ഹ്യൂമൻ ബീങ്. പക്ഷെ ഞാൻ കോൺഫിഡൻസിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ചെയ്തത്ര എത്തിയിട്ടില്ല. ഓൾസോ ഐ എം സോ സർപ്രൈസ്ഡ്. ഇപ്പൊ രോഹൻ പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഈ റൂമേഴ്സ്, ജഡ്ജസിന്റെ കൂടെ അഭിപ്രായ വ്യത്യാസം. കാരണം ജഡ്ജസ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് എത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് ഷോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, യുനോ. അതായത് രാവിലെ തൊട്ട് തുടങ്ങിയ എനർജി ഈസ് ഹൈ, എല്ലാവരും ഒരുമിച്ച് ചിരിക്കും, കളിക്കും, പാട്ട് പാടും, അങ്ങനെ ഒരിക്കലും ഒന്നും വന്നിട്ടില്ല. സോ എനിക്ക് തോന്നുന്നു ആ ഒരു കെമിസ്ട്രി ജഡ്ജസിന്റെ കൂടെ ആർക്കും കൊണ്ടുപോകാൻ പിന്നീട് പറ്റിയിട്ടില്ല. ഈ പലപ്പോഴും നമ്മൾ പോകുമ്പോൾ ഈ പോകെ കുറെ കഴിയുമ്പോഴായിരിക്കും പലരും നമ്മൾ തിരിച്ചറിയുന്നത്. അത്തരത്തിലിപ്പോൾ ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ, വന്ന വഴിയിലെ കുറേയേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ തിരിച്ചറിഞ്ഞത് ഇതായിരുന്നു എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ തിരിച്ചറിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടായിരിക്കും. അത്തരത്തിൽ നമ്മളിപ്പോൾ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചൊക്കെ പിന്നീട് കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതായിരുന്നു എന്നുള്ളത് പിന്നീട് നമ്മളായിരിക്കും അത് അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നോ, അങ്ങനെ ട്രൈങ് ആയിരുന്നു എന്നുള്ളത് ഒരു പക്ഷെ കുറെ കഴിഞ്ഞ് തിരിച്ചറിയുന്നതായിരിക്കും. ശരി, ഇത്തരത്തിൽ എന്തെങ്കിലും ഓർത്തെടുക്കുന്ന സംഭവങ്ങളോ വിഷയങ്ങളോ ഉണ്ടായിട്ടുണ്ടോ ശരിക്കും അന്നേരം അറിയാതെ പിന്നീട്? തീർച്ചയായിട്ടും ഉണ്ട്. അഗൈൻ ഞാനൊരു ഫ്രണ്ട്ലി നേച്ചർ ആയൊരു പേഴ്സണാലിറ്റിയാണ്. പ്ലസ് കേരളത്തിൽ നല്ല ഞാൻ പഠിച്ചതും വളർന്നതും ബോംബെയിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൾച്ചർ ഷോക്കിൻ്റെ പോലെ ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചില ആക്ടേഴ്സ്, സീനിയർ ആക്ടേഴ്സ്, വളരെ പോപ്പുലറായ ആക്ടേഴ്സ്, അവരുടെ ഒരു ഇംപ്രഷൻ എന്ന് വെച്ചാൽ ഈ കുട്ടി ലൂസ് ക്യാരക്ടേർഡാണ്. അത് ഞാനല്ല, എനിബഡി, ഏത് പെൺകുട്ടിയായാലും ശരി. പിന്നെ പെൺകുട്ടികളെ ഒരു പ്രോപ്പർട്ടി, ഇത് നമ്മുടെ പ്രോപ്പർട്ടി ആണ്, എൻ്റെ പടമാണ്, അപ്പോൾ എൻ്റെ പ്രോപ്പർട്ടിയാണ്, ആ രീതിയിൽ ബിഹേവിയർ ഉണ്ടായിരുന്നു. ഇത്രയും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അവർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്കെന്തിനാണ് ഇത്ര നാണം, നിനക്കെന്താ നാണം എന്ന് എന്തൊക്കെയൊക്കെ ഡയറക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട്. നിനക്കെന്തിനാ ഇത്ര നാണം? അതും പബ്ലിക്കില് ഷൂട്ട് സെറ്റിൽ നിൽക്കുമ്പോൾ, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓവർ ദ മൈക്ക് അങ്ങനത്തെ ഹറാസ്മെന്റ്, ചെറിയ ഹറാസ്മെന്റ്സ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ചെറിയത് ഞാൻ പറയുന്നത് ചെറുതല്ല, പക്ഷെ ഐ സേ സ്മോൾ, കാരണം ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ നമ്മുടെ പെൺകുട്ടികൾ ചിലപ്പോൾ ഹറാസ്മെന്റ് ഇതിനേക്കാളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേക്കാളും വലിയ എക്സ്പീരിയൻസ് ഉണ്ടാവാൻ റിയാക്ട് ചെയ്തിരുന്നു. ഞാൻ റിയാക്ട് ഇല്ല.